إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, ഏകനായ പടച്ചറബിൻ്റെ വിധിവിലൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുത്തക്കികളായി മുഅ്മിനുകളായി അള്ളാഹുവിന് ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കണേ എന്ന് എല്ലാവരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പുലർത്തി ഈമാനോടുകൂടി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മനുഷ്യ ശരീരത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും സൂക്ഷ്മമായ ഒരു സൃഷ്ടിപ്പാണ് മനുഷ്യൻ്റെ വിരൽ തുമ്പുകൾ. അവൻ്റെ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ട്രിപ്സ് എന്നൊക്കെ പറയുന്ന മനുഷ്യൻ്റെ വിരലുകൾ, പ്രത്യേകിച്ച് ആ വിരലിൻ്റെ അറ്റങ്ങൾ അള്ളാഹു നൽകിയ അതിമഹത്തരമായ ഒരു സൃഷ്ടിയാണ്. മരിച്ച് മണ്ണായിപ്പോയതിനു ശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ച അവിശ്വാസികൾക്ക് അള്ളാഹു നൽകിയ മറുപടിയാണ് സൂറത്തുൽ ഖിയാമയിലെ ആദ്യത്തെ ആയത്തുകളിലൂടെ ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. മനുഷ്യൻ മരിച്ച് മണ്ണടിഞ്ഞതിന് ശേഷം മണ്ണോട് ചേർന്ന് പോയ, നുരമ്പിപ്പോയ അവൻ്റെ എല്ലുകൾ വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുകയില്ല, അവനൊരു പുനർജീവിതം സാധ്യമാവുകയില്ല എന്നാണോ മനുഷ്യ നീ ചിന്തിക്കുന്നത്, നീ പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്? ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഓരോ മനുഷ്യൻ്റെയും വിരൽത്തുമ്പുകൾ പോലും കൂട്ടിയോജിപ്പിക്കാനും അങ്ങനെ മനുഷ്യന് പുതുതായി ജീവൻ നൽകാനുമൊക്കെ കഴിവുള്ളവരാണ് നാം എന്ന് അള്ളാഹു അതിന് മറുപടിയായിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു. ഇത്രയും സൂക്ഷ്മമായി സൃഷ്ടിച്ച, നമ്മൾ പറയും ഇന്നെല്ലാം മനുഷ്യൻ്റെ വിരൽ തുമ്പിലാണ്, ഞൊടിയിടയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ ഇരുന്നിടത്ത് ഇരുന്നു കൊണ്ട്, നിന്നിടത്ത് നിന്നുകൊണ്ട്
എനിക്ക് വിചാരിച്ച സംഗതികൾ മുഴുവനും ചെയ്യാൻ എൻ്റെ വിരൽത്തുമ്പ് കൊണ്ട് സാധ്യമാണ്. ഞാനൊന്ന് ഞൊടിച്ചാൽ നടക്കാവുന്നതേയുള്ളൂ എല്ലാം, സംഭവിക്കാവുന്നതേയുള്ളൂ എല്ലാം എന്നിങ്ങനെ മനുഷ്യൻ പറയും. മനുഷ്യന്റെ മുന്നിൽ ഇന്ന് അവൻ എത്തിപ്പെട്ടിരിക്കുന്ന ലോകമെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എല്ലാം അവൻ്റെ വിരൽത്തുമ്പിൽ സാധ്യമാകാൻ സാധിക്കുന്ന ഒരു രംഗത്താണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് അവനുള്ളത്. ഇത്രയും സൂക്ഷ്മമായി സൃഷ്ടിച്ച അവൻ്റെ വിരൽത്തുമ്പുകൾ, അത് സംബന്ധമായി മനുഷ്യനൊന്നുകൂടെ ആലോചിക്കേണ്ടതില്ലേ? ആ വിരൽത്തുമ്പുകളുടെ പ്രയോഗവും അതിൻ്റെ പ്രയോജനവും അത് ഉപയോഗിക്കുന്ന രീതിയുമൊക്കെ എത്ര ശ്രദ്ധയോടെയായിരിക്കണമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? പണ്ടുകാലത്തൊക്കെ തെറ്റ് ചെയ്യാൻ വേണ്ടി ആ തെറ്റ് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നടന്നു പോകേണ്ടിയിരുന്നു. ഏത് തെറ്റായിരുന്നാലും, മദ്യമോ ചൂതാട്ടമോ അശ്ലീലമോ മറ്റു വേണ്ടാത്തരങ്ങളോ ഏത് തരത്തിലുള്ള തിന്മകളിലേക്ക് മനുഷ്യൻ നടന്നു പോകേണ്ടിയിരുന്നു. പോകുന്നതിനിടയ്ക്ക് വേണമെങ്കിൽ അവന് മാറി ചിന്തിക്കാം, അവനൊരു മനസ്താപമുണ്ടാകാം, ആ തെറ്റിൽ നിന്ന് പിന്മാറാനുള്ള സമയമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ തെറ്റുകളെല്ലാം അവൻ്റെ പോക്കറ്റിലാണ്, ആ തെറ്റുകളെല്ലാം അവൻ്റെ വിരൽത്തുമ്പുകളിലാണ്. എത്ര വേഗതയിലാണ് ലോകത്ത് തെറ്റുകൾ വ്യാപിക്കുന്നത് എന്ന്, അതിൽ ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരുടെയും പങ്ക് എന്തുമാത്രമുണ്ട് എന്ന് ഒരുപക്ഷെ നമ്മൾ ആലോചിക്കേണ്ട സന്ദർഭമാണ് എന്ന് തോന്നുന്നു. ഹജ്ജിനൊക്കെ അല്ലെങ്കിൽ ഉംറക്കൊക്കെ ഇഹ്റാം കെട്ടിയാൽ ഒരു മൃഗങ്ങളെ വേട്ട ചെയ്യാൻ പാടില്ല, അത് ഹറാമായ കാര്യമാണ്. ആ ഒരു സംഭവം സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ മിനസ്സൈദി തനാലുഹു ഐദീകും വരിമാഹുക്കും ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽഗൈബ്. നിങ്ങൾ ഇഹ്റാം കെട്ടിയതിന് ശേഷം ഒരുപക്ഷെ നിങ്ങളുടെ കുന്തത്തിനും നിങ്ങളുടെ കൈകൾക്കും പ്രാപ്യമായ വിധത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് വേട്ടമൃഗങ്ങൾ വന്നേക്കാനുള്ള സാധ്യതകളുണ്ട്, അത് കൂടുതലുമാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ, അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ആരാധനാകർമ്മങ്ങൾ ചെയ്യാൻ ഉള്ള ഒരുക്കത്തിലാണ്. നിങ്ങൾ വിശ്വാസി എന്നുള്ള നിലക്ക് ഈ ആരാധനാകർമ്മങ്ങൾ ചെയ്യാൻ പോകുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് നൽകിയ ചില ചിട്ടവട്ടങ്ങളാണ്, ചില നിയമങ്ങളാണ് അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ അള്ളാഹു ആ മനുഷ്യന് എടുത്ത് പറഞ്ഞുകൊണ്ട് അവനോട് പറയുന്ന കാര്യമാണിത്, നിങ്ങളുടെ കുന്തത്തിനും നിങ്ങളുടെ കൈകൾക്കും മുന്നിലായി നിങ്ങൾ വിശ്വാസിയായിരിക്കെ, നിങ്ങളുടെ ആരാധനാകർമ്മങ്ങൾ ശരിയായ വിധത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഇഹ്റാമിലായിരിക്കെ നിങ്ങളുടെ വികാരം അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമ പരിശോധിക്കപ്പെടുന്ന വിധത്തിൽ എല്ലാം നിങ്ങൾക്ക് പ്രാപ്യമായി വരുന്ന ഒരു സന്ദർഭമുണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതുപോലെയാണ് വിശ്വാസികളുടെ അവസ്ഥ. നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ കൈകളിലേക്ക് എല്ലാം തന്നെ, എല്ലാ തിന്മകളും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെടുന്ന ഒരവസ്ഥയാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏറെ ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഇടപഴകേണ്ട ഒരു കാര്യമാണ് എന്നാണ് സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് കളവ് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ലോകം. എന്താണ് ഫോർവേഡ് ചെയ്യുന്നത് എന്ന്, എന്താണ് ഷെയർ ചെയ്യുന്നത് എന്ന്, എന്താണ് ലൈക്ക് ചെയ്യുന്നത് എന്ന് കൃത്യമായി ബോധ്യമില്ലാത്ത ഒരു മനുഷ്യൻ, അവൻ ആലോചിക്കേണ്ടത് എല്ലാ ഫോർവേഡുകളും ഒരു സാക്ഷ്യമാണ്, എല്ലാ ഷെയറുകളും ഒരു തെളിവാണ്, ഒരു ദലീലാണ്. ഞാൻ എന്തൊക്കെ ലൈക്ക് ചെയ്താലും അതൊക്കെ പ്രത്യേകമായ ഒരു റെക്കോർഡാണ് എന്ന് സ്ക്രോൾ ചെയ്തു പോകുന്ന ടച്ച് സ്ക്രീനിൽ അവൻ്റെ വിരലുകൾ ഉപയോഗിക്കുമ്പോൾ
വെറും കൈകൾ ഉരച്ചു കളയുകയല്ല, അവിടെ ഉരസുകയല്ല ചെയ്യുന്നത്. അവന്റെ കൈകൾ, അവന്റെ ഫിംഗർ പ്രിന്റ് അവിടെ പതിയുകയാണ്, അത് റെക്കോർഡാക്കപ്പെടുകയാണ് എന്ന ബോധ്യമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് എന്ന് സൂചിപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം പറയുന്നുണ്ട്. നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അൻ സുംറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു റഅയ്തു الليلة قال رسول الله صلى الله عليه وسلم رأيت الليلة رجلين أتياني قال الذي رأيته يشق صدقه فكذاب. രണ്ടുപേരുടെ കഥ പറയുന്നുണ്ട്. അതിലൊരാൾ അയാളുടെ വായ ഇരുമ്പിന്റെ കൊളുത്തുകൊണ്ട് സ്വയം കീറി മുറിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അയാളുടെ നരകത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. എന്താ അയാൾ ചെയ്തത്? യക്ദിബു ബിൽ കദ്ബ തുഹ്മലു അൻഹു ഹത്താ തബ്ലുഗ അൽ ആഫാഖ് ഫയുസ്നഉ ബിഹി ഇലാ യൗമിൽ ഖിയാമ. അവൻ രാവിലെ ഇറങ്ങി ഒരു കളവ് പ്രചരിപ്പിക്കുകയാണ്, പറയാണ്. അത് കേട്ടയാളുകൾ ഏറ്റുപാടി ഒരാളിൽ നിന്ന് രണ്ടിലേക്കും, രണ്ടിൽ നിന്ന് ഒരു നാട്ടിലേക്കും, ഒരു നാടിൽ നിന്ന് ഒരു സമൂഹത്തിലേക്കും, പിന്നെ ഇലൽ ആഫാഖ് ലോകം മുഴുവനും എത്തിപ്പെടുന്ന വിധത്തിൽ ആ കളവ് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് അങ്ങനെ വേണ്ടിയിരുന്നു. ഒരു നാവിൽ നിന്ന്, ഒരു വായയിൽ നിന്ന് മറ്റൊരാൾ കേൾക്കേണ്ടിയിരുന്നു, എന്നിട്ട് അയാൾ പറയേണ്ടിയിരുന്നു, എന്നിട്ടത് അങ്ങനെ മെല്ലെ മെല്ലെ പോയി ലോകം മുഴുവൻ വ്യാപിക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു കളവ് പറഞ്ഞ് വ്യാപിപ്പിച്ച, ലോകത്ത് മുഴുവനും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയ ആ കളവ് കൊണ്ട് ലോകം കീഴടക്കാൻ ഒരുങ്ങിയ ആ മനുഷ്യൻ, അവനാണ് ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ട് അവന്റെ വായ അവൻ സ്വയം കീറി മുറിക്കുന്നവനായി കാണുന്നത് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എത്ര നുണകളാണ് ഒരു നിമിഷനേരം കൊണ്ട് കുടുംബ ഗ്രൂപ്പുകളിലും നാട്ടിലെ ഗ്രൂപ്പുകളിലും എന്നിട്ട് സമൂഹത്തിൽ മുഴുക്കയും അങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാലോചിക്കുമ്പോ എത്ര പ്രാവശ്യം കീറിമുറിക്കണം, എത്ര കൊളുത്തുകൾ വേണം, എത്ര ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ടാണ് നമ്മുടെയൊക്കെ വായകൾ കീറിമുറിക്കപ്പെടേണ്ടത് വരിക എന്ന് ആലോചിക്കാൻ നമുക്ക് ഇത്തരണത്തിൽ സാധിക്കേണ്ടതുണ്ട് എന്നാ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത്ര വേഗതയിൽ ലോകം നമ്മെ കീഴടക്കിയിരിക്കുന്നു. നാം ലോകത്തിന്റെ മുമ്പിൽ നാം ഉറക്കെ പ്രഖ്യാപിക്കുന്നു, എല്ലാം എൻ്റെ ഒരു വിരൽ തുമ്പിലാണ് എന്ന്. എനിക്കെല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് മനുഷ്യർ കരുതുകയാണ്. പക്ഷേ അവൻ ആലോചിക്കണം, ശ്രദ്ധിക്കണമെന്ന്. എല്ലാം ഒരു വിരൽ തുമ്പിലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അതിവേഗതയിലാണ് പോകുന്നത് എന്നല്ലേ അതിനർത്ഥം? നമുക്കൊരുപാട് സമയമുണ്ട് എന്നല്ലേ നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? പണ്ടുകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കാര്യങ്ങൾ അതിവേഗതയിൽ കാണാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും ആവശ്യങ്ങൾ നേടാനും ഒക്കെ സാധിക്കുന്നു എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള സമയം എവിടെ? ബാക്കി വരുന്ന സമയം എവിടെ? ആ ബാക്കി വരുന്ന സമയവും സ്ക്രോൾ ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നല്ലേ? വീണ്ടും വീണ്ടും അനാവശ്യമായി ആവശ്യത്തിനും അനാവശ്യത്തിനും ഈ ഒരു ആയുധത്തിന്റെ, ഈ ടച്ച് സ്ക്രീനിന്റെ അവിടെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അവനാരെന്ന് തിരിച്ചറിയാൻ ലോകത്തൊരു കാലഘട്ടത്തിലും മറ്റൊരാൾക്ക് നൽകപ്പെട്ടിട്ടില്ലാത്ത അവന്റെ വിരൽത്തുമ്പുകൾ ആ മനുഷ്യൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനുഷ്യൻ ആലോചിക്കേണ്ടതില്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ബാക്കി വരുന്ന സമയമുണ്ടല്ലോ, ആ സമയം എവിടെ? ആ സമയം ഞാൻ എവിടെയാണ് ഉപയോഗിച്ചത് എന്ന് മനുഷ്യൻ ആലോചിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
സഹാബ വനിതകളെ വിളിച്ചു പറയുന്ന ഒരു ഉപദേശമുണ്ട്. അൻ യസീറത്ത് ബിൻ ബിൻത് യാസിർ റളിയല്ലാഹു അൻഹാ قال لنا رسول الله صلى الله عليه وسلم عليكن بالتسبيح والتهليل والتقديس وعقدن بالأنامل فإنهن مسؤولات مستنطقات ولا تعفلن فتنسين الرحمة. നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങളുടെ സമയവും നിങ്ങളുടെ ജീവിതവും നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് സന്ദർഭങ്ങളൊക്കെ എങ്ങനെ വിനിയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ബോധം വേണം കേട്ടോ. നിങ്ങൾക്ക് അലൈക്കുന്ന ബിത്തസ്ബീഹി വത്തഹ്മീദി വത്തഖ്ദീസ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെയുള്ള പരിശുദ്ധമായ ഈ വാക്കുകൾ ഉരുവിടുന്നതിന് നിങ്ങൾ സമയം കണ്ടെത്തണേ. പടച്ചവനെ സ്തുതിക്കാൻ, പടച്ചവനെ പ്രകീർത്തിക്കാൻ, പടച്ചവന് വേണ്ടി ദിക്റുകൾ ഉരുവിടാൻ ഉള്ള സമയം ജീവിതത്തിൽ നിങ്ങൾ കാണണേ എന്ന്. ഒഴിവുള്ള സമയം വെറുതെയാവില്ലേ അപ്പോൾ. എപ്പോ ആ നാവുകൾ പച്ചയായി നിൽക്കുകയാണ്, ആ നാവുകളിൽ മന്ത്രങ്ങൾ ഉരുവിടുകയാണ്. വെറുതെയുള്ള സമയങ്ങളിൽ ഈ ദിക്റുകളാണ് അവന്റെ നാവിലൂടെ വരുന്നത് എങ്കിൽ വെറുതെയാവില്ല ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത്. എന്നിട്ടൊന്നുകൂടെ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅഖിദ്ന ബിൽ അനാമിൽ, നിങ്ങളുടെ കൈയിന്റെ വിരലുകൾ കൊണ്ട് എണ്ണം പിടിച്ചോളൂ. 3 പ്രാവശ്യം ചെല്ലേണ്ടതുണ്ട്. 7 പ്രാവശ്യമോ 10 പ്രാവശ്യമോ 33 തവണയോ 70 100 ഒക്കെ ചെല്ലണമെന്ന് പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകളില്ലേ, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആ എണ്ണം പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തോളൂ. നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ കൈവിരലുകൾ അതിനാണ് പരലോകത്ത് വന്ന് സാക്ഷി നിൽക്കുന്നത്. സാക്ഷ്യം പറയാ, വിരലുകൾ പറയുന്നത് എന്റെ വിരലുകൾ കൊണ്ട് ഞാൻ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. ആ വിരൽ പറയുന്നത്, ഈ വിരൽ നിന്നെ സ്തുതിക്കാൻ, നിന്നെ പ്രകീർത്തിക്കാൻ, നിനക്ക് വേണ്ടി ദിക്റുകൾ ചൊല്ലാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന വിരലുകളാണ് എന്ന് നമ്മുടെ കൈവിരലുകൾ അവിടെ സാക്ഷ്യം വഹിക്കുന്നു. മറിച്ചാണെങ്കിലോ ഈ കണ്ട ദിവസം മുഴുവനും രാവും പകലും വൈകുന്നേരവും രാത്രിയും ഉറങ്ങി എഴുന്നേറ്റാലും ബാത്റൂമിലാണെങ്കിലും ജീവിതത്തിന്റെ ഏത് മേഖലകളിലാണെങ്കിലും ഇത് തന്നെ അനാവശ്യവും ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ഇല്ലാത്ത സംഗതികൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോ അതിങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയായി ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ സമയമാണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ ജീവിതമാണ് നശിപ്പിക്കുന്നത്. പടച്ചവന്റെ മുമ്പിൽ നാം ശ്രദ്ധിക്കപ്പെടാതെ പോകുകയാണ്. പടച്ചവൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വലാ തഗ്ഫൽന ഫതൻസീന അർറഹ്മ, അശ്രദ്ധരാകരുത് കേട്ടോ. പടച്ചവന്റെ കാരുണ്യം തടയപ്പെടുന്ന, കിട്ടാതിരിക്കുന്ന മേഖലകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പടച്ചവന്റെ കാരുണ്യം ആവശ്യമില്ലാത്തവരാരാളുടെ? പടച്ചവന്റെ കാരുണ്യമില്ലാതെ ആർക്കാ ഇവിടെ ജീവിക്കാൻ സാധിക്കുക? ആ കാരുണ്യം ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ സൂചന നൽകുന്നത്. ആ ഭാഗം അവസാനിപ്പിക്കാം ഒന്നുകൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട്. അതെന്താ അറിയോ? ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടല്ലോ. ആ കണ്ടുമുട്ടുമ്പോ നിങ്ങളുടെ നാവുകളല്ല സംസാരിക്കുന്നത് അവിടെ, നിങ്ങളുടെ വായകളല്ല, നിങ്ങളുടെ അധരങ്ങളല്ല അവിടെ സംസാരിക്കുന്നത്. അതിനാവശ്യമേ ഇല്ല പടച്ചവന്. ഇന്ന് നിങ്ങളുടെ സംസാരിക്കാൻ കഴിവ് നൽകിയത്, കെൽപ്പ് നൽകിയത് നിങ്ങളുടെ ചുണ്ടും നിങ്ങളുടെ നാവും നിങ്ങളുടെ വായിലുള്ള പല്ലുകളും ഉപയോഗപ്പെടുത്തിയാണ് ഇന്ന് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ പടച്ചവൻ ആ സംവിധാനം മാറ്റിമറിക്കും. അവിടെ വായകൾക്ക് സീല് വെക്കപ്പെടുക ആവശ്യമല്ല. നിങ്ങളുടെ വായകൾ കുറെ സംസാരിച്ചു, ഇനി സംസാരിക്കണ്ട. പിന്നെന്താ സംസാരിക്കുന്നത്? അല്യവും നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വായക്ക് സീല് വെച്ച് മിണ്ടരുത്. ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ
എവിടെയും കയറി ഞാനാണ് ഏറ്റവും വലിയ വായാടി എന്ന് തോന്നുന്ന വിധത്തിൽ സംസാരിക്കുന്നവരാണ് നീ. മതി, ഇവിടെ നിന്റെ സംസാരം നീ നിർത്ത്. മറിച്ച് സംസാരിക്കുന്നത് നിന്റെ അവയവങ്ങളായിക്കോട്ടെ. നീ നടന്ന കാലുകൾ, നീ ചെയ്ത കൈകൾ, നിന്റെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾ ഓരോന്നും നമ്മളോട് അവർ ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു നാളുണ്ട് എന്നുകൂടെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കുക, നമ്മുടേതാണ് സാധനം, എന്റേതാണ്, നമ്മുടേതാണ് ഈ സംഗതി, നമ്മുടെ കൈകളിലുള്ള ഈ സംഗതി നമ്മുടേതാ. സ്വകാര്യമായ സംഗതികളാണ്, സ്ക്രീനാണ്, അതൊരു മറയാണ്. അത് പക്ഷേ മറ്റുള്ളവരെ അവഹേളിക്കാനുള്ള, മറ്റുള്ളവരെ ചീത്ത പറയാനുള്ള മറയല്ല. ആളെ നേരിട്ട് കാണാതിരിക്കുമ്പോ അയാളെ സംബന്ധിച്ച് എന്തു പറയാനും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മറയല്ല ഈ സ്ക്രീൻ എന്ന് മനസ്സിലാക്കാതെ പോകരുത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി മുഹമ്മദിൻ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി ദുൽ ഫദ്ലി വൽ വഫാ അമ്മാ ബഅദ്. ഊസിക്കും വഇയ്യാ സാനിയം ബിത്തഖ്വല്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പടച്ചറപ്പിൻ്റെ വിധിവിലൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുത്തക്കികളായി മുഅ്മിനുകളായി ജീവിതം ക്രമീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്, പ്രത്യേകമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വിഷയം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൈകളിലുള്ള എല്ലാം നമ്മുടെ കൈകളിലാണ് എന്ന് പറയുന്ന നമ്മുടെ സംഗതികൾ കൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഒരുപക്ഷെ മറ്റുള്ളവരെ കുത്തിപ്പറയാനോ കുറവാക്കാനോ. പഴയകാലത്തൊക്കെ അൽ ഹുമസ വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് പറയുന്ന ഹുമസയും ലുമസയും ഒക്കെ നേരിട്ട് ആളുകളെ കണ്ട് പറയുന്ന സംഗതികളായിരുന്നു. ആളെ നേരിട്ട് കണ്ട് പറയുകയായിരുന്നു. ഇന്ന് ടാഗിങ്, ഇന്ന് അയാളെ ട്രോൾ ചെയ്യാം, മറ്റേതെങ്കിലും രൂപത്തിലൊക്കെ അയാൾ ചീത്ത പറയുന്നത്, പരിഹസിക്കുന്നത് ഒരു ഡിജിറ്റൽ ഹുമസ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത്, ഒരു സ്ക്രീനിൻ്റെ മറവിലിരുന്ന് ആളുകളെ ഇങ്ങനെ അവഹേളിക്കുകയും ചീത്ത പറയുകയും, ഒരു ഭാഗത്ത് നേരിട്ട് കാണുമ്പോൾ ഒരു മുഖവും വേറൊരു ഭാഗത്തേക്ക് ഈ സ്ക്രീനിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ മറ്റൊരു മുഖവുമായി കഴിയുന്ന ആളുകളെ, അവരെ സംബന്ധിച്ചുള്ള സൂചനകളല്ലേ ഈ പറഞ്ഞത്. അത് സംബന്ധമായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ആ രണ്ട് പദങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട്. ഹുമസത്തിൻ ലുമസത്തിൻ, കുത്തിപ്പറയുന്നവർ, കുറവാക്കുന്നവർ. ദആനിൻ മിഅയാബിൻ, എന്നും ആക്ഷേപങ്ങളും കുറവാക്കലുമായി മുന്നോട്ട് പോകുന്നവരാണ്. വഖാല റബീഉ ഇബ്നു അനസ് ഹൽ ഹുമസ യഹ്മിസുഹു ഫി വജ്ഹിൻ വല്ലുമസ മിൻ ഖൽഫിഹി. മുന്നിൽ നിന്ന് ഉള്ള കുറവാക്കലും കുത്തിപ്പറച്ചിലും പരിഹസിക്കലുമാണ് ഹുമസയെങ്കിൽ പിന്നിലൂടെ വന്ന് ആക്രമിക്കുന്നതിനെയാണ് ലുമസ എന്ന് പറയുന്നത്. അതല്ലേ ഈ മറയ്ക്ക് പിന്നിലുള്ള ആക്രമണം എന്ന് പറയുന്നത്. വഖാല ഖത്താദ റളിയല്ലാഹു യഹ്മിസുഹു വയൽമിസുഹു ബിലിസാനിഹി വഅൈനിഹി. അവൻ്റെ നാവും അവൻ്റെ കണ്ണും ആളുകളെ ഇങ്ങനെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. വയക്കുലു ലുഹുമന്നാസ്, ആളുകളുടെ പച്ചയായ മാംസം തിന്നുകയാണ്. മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ മുഖഭാവങ്ങളോ അയാളുടെ വേദനയോ അയാളുടെ പരിഭവങ്ങളോ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട്, മറക്ക് പിന്നിൽ നിന്ന് അയാളുടെ പച്ച മാംസം കുത്തിവലിക്കുകയാണ് ചെയ്യുന്നത്. വയത്ത് ആനു അലൈഹിം, അവരെ അപമാനിക്കുകയോ പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഈ പ്രവണതയ്ക്ക് പറയുന്ന പേരാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു വചനം കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തജിദു മിൻ ശിറാരിൻ നാസ് യൗമൽ ഖിയാമ ഇൻദല്ലാഹി ദൽ വജ്ഹൈൻ. പരലോകത്ത് ചെല്ലുമ്പോൾ ഏറ്റവും മോശക്കാരായ ആളുകൾ ആരാണെന്നറിയാമോ? അവർ ഈ ലോകത്ത് അവർക്ക് രണ്ട് മുഖങ്ങളുണ്ടായിരുന്നു, രണ്ട് ഭാവങ്ങളുണ്ടായിരുന്നു.
നേരിട്ട് കാണുമ്പോൾ ഒന്നാണ്, ഈ സ്ക്രീനിൽ കയറിയാൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള അവൻ്റെ കൈകളിൽ അവൻ്റെ ആ വിരലിൻ്റെ അറ്റത്ത് അവൻ എത്തിപ്പെടുമ്പോൾ മറ്റൊരു മുഖമാണ് അവനുള്ളത്. അല്ലദീ യഅതി ഹൗലായി ബി വജ്ഹിൻ വഹൗലായി ബി വജ്ഹിൻ, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അവരാണ് പരലോകത്തെ ഏറ്റവും മോശക്കാരായി തീരുക എന്നൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന നിർദ്ദേശമാണ് നൽകാനുള്ളത്. അള്ളാഹു എന്നെയും നിങ്ങളെയും ഒക്കെ ഈ കാര്യത്തിൽ നന്മയോടുകൂടി ജീവിക്കാൻ നമ്മുടെ കൈകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആയുധം, അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായ ഈ ഒരു അവയവം എല്ലാം നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താൻ റബ്ബ് എന്നെയും നിങ്ങളെയും ഒക്കെ അതിനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്കും എല്ലാവർക്കും തന്നെ അവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുമാറാകണേ. ഞങ്ങൾക്ക് നീ നന്മ നൽകുമാറാകണേ. ഞങ്ങൾക്ക് നല്ല ജീവിതവും നല്ല മരണവും ഈമാനുള്ള ജീവിതവും ഈമാനുള്ള മരണവും നൽകി ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഅഫു ലനാ യാ ഗഫൂറുൽ മുദ്നിബീൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് طيب سراهم واجعل الجنة مواهم. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الله أكبر.